ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണു സുധി പോകാൻ വേണ്ടി പോവുകയാണ്. 100% കൺഫർമേഷൻ ആയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഓഗസ്റ്റ് 3 തുടങ്ങാതിരിക്കാൻ വേണ്ടി പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ പോയാൽ രേണു സുധി വിന്നറാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രേണു സുധി ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് പരമായ പബ്ലിസിറ്റി കൊണ്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയി പോകുന്ന ആളാണ് രേണു സുധി. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ഇവരെ പറ്റിയുള്ള കുറച്ച് കണ്ടൻറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ വൺ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് രേണു സുധി ഇത്രയ്ക്കൊരു പബ്ലിസിറ്റിയൊക്കെ ഇങ്ങനെ നേടിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഗെയിം പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്തായിരിക്കാം അവരുടെ ഒരു ഗെയിം പ്ലേയുടെ രീതി, ഹേറ്റേഴ്സ് ആയിരിക്കുമോ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ആയിരിക്കുമോ കൂടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ നേരത്ത് ഒരു പക്ഷേ ഇവിടെ പുറത്ത് കിട്ടുന്ന ഒരു ഹേറ്റേഴ്സ് ബിഗ് ബോസ് ഹൗസിൽ രേണു സുധി പോകുമ്പോൾ അവിടെ ഒരു ഫാൻസായി മാറാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അവിടുത്തെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ രേണു സുധിക്ക് നല്ല ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് പൊതുവെ ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, രേണു സുധി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടും ഇതേ രീതിക്കുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ കൂടിയ 2 ആഴ്ച ഇല്ലെങ്കിൽ 50 ദിവസത്തിനകം വെച്ച് എന്തായിരുന്നാലും പുറത്ത് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീജനങ്ങൾക്ക് രേണു സുധീനെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഇപ്പം നമുക്ക് അവിടെ നിൽക്കേണ്ട കുറേ സ്ട്രാറ്റജി, ഇതൊരു മൈൻഡ് ഗെയിമാണ്. ആ ഒരു മൈൻഡ് ഗെയിമിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജി, ഗെയിം പ്ലേ ഇതെല്ലാം മികച്ചതായാൽ മാത്രമേ പുറത്തുനിന്നൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. രേണു സുധി ആൾ ഓവർ തന്നെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി ഓരോരോ വിഷയങ്ങൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, അതിന് കൊടുക്കുന്ന കുറേ മറുപടിയുടെ രീതികളൊക്കെ നമുക്ക് എന്തോരം മോശമാണ് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും തുടർന്ന് പോകുന്നതെങ്കിൽ അധികം നാളോടെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പേഴ്സണലി പറയാൻ വേണ്ടി പറ്റൂ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട്, രേണു സുധി ഇപ്പം അവിടെ ചെല്ലാൻ നേരത്ത് ഏതൊക്കെ രീതിക്കാണ് രേണു സുധിക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം തന്നെ രേണു സുധിക്ക് ഹേറ്റേഴ്സും ഉണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഹേറ്റേഴ്സാണ് ഏറ്റവും കൂടുതലുള്ള. ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിനൊക്കെ രേണു സുധിക്കെതിരെ നടക്കുന്നു പോകുന്നുമുണ്ട്. പക്ഷേ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ഒരു അവസ്ഥ, കാര്യങ്ങൾ, അവർ ഇത്രയും ഡെഡിക്കേറ്റീവായിട്ടല്ല ഇങ്ങോട്ട് കയറി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അനേകം പേര് വേറെയുമുണ്ട്. നമുക്കറിയാത്തവരാണ്, അവരുടെ സപ്പോർട്ടുണ്ട്, അവരെ പിന്നിൽ ഒരുപാട് സ്ത്രീ ജനസമൂഹം തന്നെ അവരെ പിന്നിലുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടും. അത് മാത്രമല്ല, കൊല്ലം സുധിയുടെ വൈഫ് എന്ന ലേബലിലും കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് അവർക്ക് ഒരുപാട് കൂടുതലാണ്. പിന്നെ നിലവിലിപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ 7ാം സീസണിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു 18-20 പേര് കണ്ടസ്റ്റൻസ് ഉള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന തരംഗം പോലെയുള്ള ഒരു തരംഗം ഉണ്ടാക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ആൾക്കാരോ ആരുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറി നിൽക്കുന്ന ആ ലിസ്റ്റിലുള്ള ഒരേ ഒരാൾ രേണു സുധി മാത്രമാണ്. ബാക്കിയുള്ളതൊന്നും അത്ര ആക്റ്റീവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നും പറഞ്ഞ് രേണു സുധിക്ക് എഗെയിൻസ്റ്റായിട്ട് അവർ ഗെയിം കളിക്കുമില്ല എന്നല്ല, അതിനൊപ്പം ഈ ഒരു വൈബായിട്ട് നിൽക്കുന്ന, ഇപ്പോൾ ട്രെൻഡിങ് ഒക്കെ നിൽക്കുന്ന ഒരാളെന്നൊക്കെ നമുക്ക് പറയത്തില്ല, അങ്ങനെ ഒരു ആളും ഇപ്പോൾ ഇല്ല. അത് രേണു സുധിയാണ് ഈ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ. രേണു സുധി ഇനി വേറൊരു കാര്യമുണ്ട്, രേണു സുധി ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നിട്ട് അവിടെ ഒരു മികച്ച ഗെയിം പ്ലേ കാണിച്ചിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണു സുധി എന്തായാലും ഫിനാലെ വരെ എത്താനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് ഈ ഒരുപാട് ഈ ഫൈറ്റ്, അടി ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ. വെറുതെ ഇരിക്കുന്നവരെ കാട്ടി അവിടെ എന്തോരം ഒരു തരംഗം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തോരം സപ്പോർട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസ് ഷോയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഷോ നടത്തുന്ന ആൾക്കാർക്കും വേണ്ടത്. അവർക്കും അങ്ങനത്തെ ഒരു ആൾക്കാരാണ് അവർക്ക് ആവശ്യം. ഇപ്പോൾ രേണു സുധി പുറത്ത് ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് രേണു സുധിയെ പിന്നെ അവിടെ നിർത്തിയേ പറ്റും. ഇത് കണ്ടിഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ വേറെയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ. പിന്നെ
രേണു സുധീനെ എന്തിനാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് അവർ അപ്രോച്ച് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവിടെ ഏറ്റവും വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് അവിടെ വേണം. അതിനുവേണ്ടിയാണ് രേണു സുധീനെ ഇപ്പോൾ ഇങ്ങോട്ട് എടുത്തേക്കുന്നത് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അവിടെ ഇത്തവണ ഒരു അടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ എന്ന ലേബിൽ ഒരാളൊക്കെ വേണം. ലൈക്ക് നമ്മുടെ ജാസ്മിൻ മൂസ ഇല്ല, അതേ കണക്കത്തെ ഒരാൾ എന്തായാലും ഈ സീസണിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത്രയും ഒരു കാര്യങ്ങൾ വെച്ച് രേണു സുധീൻ അവരിങ്ങനെ എടുത്ത സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഒരു സീസൺ, ഈ ഒരു ബിഗ് ബോസ് സീസൺ ഈ പോയ 6 സീസൺ പോലെയും അത്ര എളുപ്പമല്ല. ഇത്തവണ നിയമങ്ങൾ മാറുകയാണ്. ഈ സേഫ് പ്ലേ, നന്മമരം, വിക്ടിം കാർഡ്, സുഖിപ്പിക്കൽ എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. നിങ്ങൾക്ക് ആ പ്രൊമോ കണ്ട സമയത്ത് അതേപോലത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. ലാലേട്ടനും ബിഗ് ബോസിൻ്റെ ടീമും ക്രൂവും അടിമുടി മാറ്റമാണ്. ഒരു ഫേക്ക് മുഖം മൂടിയിട്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തേയില്ല. ഇത്തവണ ഇറങ്ങി ഗെയിം കളിച്ചേ പറ്റൂ. ഇറങ്ങി ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അങ്ങനെ നിൽക്കാൻ നേരത്ത് രേണു സുധി എന്തെയും റിയൽ ഫേസ് തന്നെ അവിടെ നിൽക്കും. പിന്നെ രേണു സുധി റിയൽ ഫേസിലൂടെ നിൽക്കാൻ നേരത്ത് കുറച്ചൊക്കെ ഒരു സമീപനം പാലിച്ചില്ലെങ്കിൽ ഇത്തവണ ടഫായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീസണിൽ കൂടെ പുറത്താക്കൽ പോലും നടക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെ ഒരു കണ്ടസ്റ്റൻസിന് ഒരു ഫേവറേഴ്സും ഇത്തവണ പ്രതീക്ഷിക്കേണ്ട. അത്രയ്ക്ക് കളിച്ച് മുന്നേറിപ്പോയേ പറ്റൂ. ഇതൊരു ടാസ്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടസ്റ്റൻസിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സൂക്ഷിയും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാനുള്ള ചാൻസും കൂടുതലാണ്. രേണു സുധിയുടെ സ്വഭാവത്തിന് അധികം നാൾ ഈ ഒരു ലോയും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാനിവിടെ ഇപ്പം പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞുണ്ട്. ഈ രേണു സുധിയെ കണക്ക് നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 6 ഒരാളുണ്ടായിരുന്നു, GP മുത്തു എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഷോ മുഖാന്തരം എക്സ്പെക്റ്റ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം പോയിട്ട് എങ്ങനെ ഗെയിം കളിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സമയത്താണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം കണ്ട ഒരു ലോകവും കാര്യങ്ങളൊക്കെ വേറെ ആയിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കുറച്ച് മാനർസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അവിടെ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി പോലും പറ്റിയില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് പല കാര്യങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നുപോയി. പിന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും ഭയങ്കര നിരാശയായിപ്പോയി. അതാണ് പറഞ്ഞ ബിഗ് ബോസ് നമ്മൾ കാണുന്ന പോലെയല്ല. അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ കാണുന്ന ലോകവും ആൾക്കാരൊക്കെ വേറെയാണ്. GP മുത്തുവിൻ്റെ യൂട്യൂബിലെ കോമഡി പോലെയല്ല GP മുത്തുവിന് അവിടെ നേരിടേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒട്ടും അവിടെ നിൽക്കാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കായിപ്പോയ കാര്യങ്ങൾ. അങ്ങനെ ഒന്ന് രേണു സുധിക്കാൻ വരില്ല. കാരണം അത്രയ്ക്ക് ടഫ് സീസണാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ രേണു സുധി ഇത്രയ്ക്കൊരു സോഷ്യൽ മീഡിയ തരംഗമുണ്ടാക്കിയ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് സപ്പോർട്ടും അവരെ നിർത്താൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവർ ഏത് രീതിയിലും ഫിനാലെ വരെ എത്താനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഒരു ട്രാക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഒന്നി നെഗറ്റീവാണ് അകത്ത് കാണിക്കുന്നതിനുള്ള പുറത്താക്കലും ഉള്ള ഒരു ക്യാമ്പയിനും പിന്നെ എവിക്ഷനും അല്ലെങ്കിൽ എടുത്ത് പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കരുത്ത് വെച്ച് വീഴുന്ന കൂടെ നോക്കിയാൽ ഫിനാലെ വരെ എത്താൻ വേണ്ടി പറ്റും. പിന്നെ ഗെയിം പ്ലേ നന്നാണെങ്കിൽ ഫാൻസും കൂടും. ഈ ബിഗ് ബോസ് മലയാളത്തിലൊരു കാര്യമുണ്ട്. നമ്മുടെ ബിഗ് ബോസ് തമിഴ് പോലെയാണ് ബിഗ് ബോസ് മലയാളം. പല എലമെൻറ്റുകളും അതിനൊപ്പം സാമ്യമായിട്ട് വരുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അതേ കണക്ക് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് തമിഴ് സീസൺ 7 വിന്നർ ഒരു ലേഡിയാണ്, അർച്ചന രവിചന്ദ്രൻ ആണ് വിന്നർ. അപ്പം ബിഗ് ബോസ് മലയാളത്തിലും എന്തുകൊണ്ടൊരു ലേഡി ആയിക്കൂടാ എന്നുള്ള കാര്യമാണ് അവിടെ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്കിവിടെ രേണു സുധിയുടെ പേരങ്ങോട്ട് പറയാനുള്ളത്. കാരണം രേണു സുധിയാണ് ഈ വന്ന 20 പേരുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയും തരംഗം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി. ബിഗ് ബോസ് സീസൺ 7 തമിഴിൻ്റെ വിന്നർ ഒരു ലേഡി ആണെങ്കിൽ അതേ കണക്കായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ എന്തുകൊണ്ട് ലേഡി ആയിക്കൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ. ബിഗ് ബോസ് സീസൺ 6 തമിഴിൻ്റെ വിന്നർ ഒരു ബോയ് ആയിരുന്നു, അതേ കണക്കായിരുന്നു ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ വിന്നർ ഒരു ബോയ് പോയത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നന്നായിട്ട് ഗെയിം കളിച്ച് രേണു ജയിക്കുകയാണെങ്കിൽ അതൊരു മികച്ച ഒരു കാര്യമാണ്. പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ ഈ നന്മമരങ്ങളും അപ്പാവിയും ചമഞ്ഞ് ഒരു പാവപ്പെട്ടനില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിച്ച് ജയിച്ച ജിൻഡോനെക്കാട്ടിയും എത്രയോ ബെറ്റർ ആയിരിക്കും രേണു ജയിക്കുകയാണെങ്കിൽ എന്ന് മാത്രം ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്. രേണു എന്തായിരുന്നാലും ഈ സീസണിൽ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. വന്നു കഴിഞ്ഞാൽ കുറച്ച് സമീപനം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ രേണുവിന് നന്നായിട്ട് ഈ ഒരു സീസണിൽ കയറി പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഒരൊറ്റ രീതിക്ക് ഇനി രേണുവിനല്ല ഇനി വരുന്ന ഏത് കണ്ടസ്റ്റൻസ് ആയിരുന്നാലും ഇത്തവണ സേഫ് സീസൺ ആയിരിക്കത്തില്ല. ഇറങ്ങി കളിച്ചേ പറ്റൂ. ആര് ചെന്നാലും ഇറങ്ങി ഗെയിം കളിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു സീസണിൽ വരാൻ വേണ്ടി പോകുന്ന ടാസ്ക് ടഫായിരിക്കും. എന്തുകൊണ്ടും ഒരു കിഡിലൻ ഒരു ഫയർ അപ്പ് സീസൺ ആയിരിക്കും ഇത്തവണ വരാൻ വേണ്ടി പോകുന്ന ലാലേട്ടനും ക്രൂ മെമ്പേഴ്സും ടാസ്കും ഒന്നും
കണ്ടസ്റ്റൻസിന് അത്ര ഈസി ആയിരിക്കത്തില്ല ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ രേണുസുതിയാണ് ഈ ഒരു ബിഗ് ബോസിൽ പോകുന്നതെങ്കിൽ വിന്നറാകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണെന്ന കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി പറഞ്ഞൊരു കാര്യം. രേണു പോവുകയാണെങ്കിൽ എന്തായിരുന്നാലും രേണു തന്നെയായിരിക്കും ഈ സീസണിൻ്റെ വിന്നർ. അപ്പോൾ ഈ കാണുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ രേണുവിൻ്റെ ഗെയിം അവിടെ സൂപ്പറാണെങ്കിൽ ഫാൻസുമായിട്ട് മാറും. പിന്നെ ഇതേ ആറ്റിറ്റ്യൂഡ് പോയി അവിടെ കാണിക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് മാറാൻ ചാൻസും ഉണ്ട്. പിന്നെ ബിഗ് ബോസ് സീസൺ 7 ഒരു വിന്നർ ലേഡി ആയതുകൊണ്ട് ഇത്തവണ മലയാളം ബിഗ് ബോസിൻ്റെ വിന്നറും മിക്കവാറും ലേഡി ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അത് പറയാൻ വേണ്ടി കാരണം ഈ മലയാളം ബിഗ് ബോസും തമിഴ് ബിഗ് ബോസും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ എനിക്ക് പേഴ്സണലി പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് മിക്കവാറും രേണുസുതി ആയിരിക്കും മിക്കവാറും കപ്പ് തൂക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ ഈ ഒരു അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല. ഒരുപാട് സ്ത്രീജനങ്ങളുടെ സപ്പോർട്ടൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ മിക്കവാറും കപ്പ് തൂക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണെന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് കൂടുതലാണെന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇതാണ് എനിക്ക് പറയേണ്ട കാര്യം. രേണുസുതി ബിഗ് ബോസിൽ പോയി മികച്ച ഗെയിം പ്ലേ കാണിക്കുമെങ്കിൽ മിക്കവാറും അവർ തന്നെ ഈ സീസണിൽ കപ്പ് കൊണ്ടുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാണ്, ബിഗ് ബോസിൻ്റെ ഇതുപോലെയുള്ള ജെനുവിൻ അപ്ഡേറ്റും ജെനുവിൻ റിവ്യൂവും ഒരു ഫാൻസ് നോക്കാത്ത റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൂടുക. ബിഗ് ബോസിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യങ്ങൾ വെച്ച് ഇത്തവണ ഞാനും ഒരു റിവ്യൂ ആയിട്ട് കൂടെ കാണും. ആ ഒരു കാര്യങ്ങൾ വെച്ച് ഒരു മുഖം നോക്കാതെ എന്ത് കാര്യവും തുറന്ന് പറഞ്ഞ് നല്ല പോലെ തന്നെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിരിക്കുക. ആ ഒരു കാര്യം വെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ, അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം വെച്ച് പറഞ്ഞ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.